ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. ആരാടാ ഇവിടെ കേറ്ററിംഗ് ഇടപാട് ചെയ്തേക്കുന്നത്? ഞാൻ. നീയാണോ? എനിക്ക് അത് അന്നേരം മനസ്സിലായി. അവിടെ നിന്ന് ചിക്കൻ കറി എടുത്ത് ഞാൻ കളഞ്ഞു. എടാ അതിനടിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും എന്ത് കേടായ ചിക്കൻ എന്ന്. കടായി ചിക്കൻ. പിന്നെ ഇവിടുത്തെ ലൈറ്റ് സെറ്റിംഗ് ഒന്നും ശരിയല്ല. എടാ ഞാൻ നോക്കിയപ്പോൾ ഒരു ടോർച്ച് നടന്ന മേളിലോട്ട് അടിച്ചു വെച്ചേക്കും. മറ്റവനെ അത് സ്പോട്ട് ലൈറ്റ് ആകാശം അടിക്കാനുള്ളത്. ആകാശത്തിന്റെ അച്ഛൻ അവിടെ ഇരിപ്പുണ്ടോ? ഈ താഴെയല്ലേ വെട്ടം കണ്ട് ഇവിടോട്ട് അടിക്കാൻ പറ. കാശാനല്ലേ മടക്കുന്നത്? ഇത് എന്റെ തെറ്റ. ആകാശവാണി കണ്ടോടുന്നതിനെ പിടിച്ച് പരിപാടി ചെയ്യാൻ പോയത് എന്നോട് എന്റെ മാത്രം തെറ്റ. അയ്യോ ഡാ എന്തുവാ തപ്പുന്നേ? എന്റെ ഫോണ് കാണുന്നില്ലടാ. വിളിച്ചു നോക്ക്. പോണേ പോണേ പോണേ. എടാ കാണിക്കാൻ വഞ്ചി നിന്നോടാണോ ഞാൻ പറഞ്ഞേ? എന്റെ ഫോൺ എടുത്ത് വിളിച്ചു നോക്കാല്ലേ പറഞ്ഞേ? അതൊക്കെ ഞാൻ എങ്ങനെയും വിളിച്ചോളാം. എങ്ങനെയും ഞാൻ ഫോൺ കണ്ടുപിടിച്ചു. ഇവിടെ പരക്കെ ഒരു സംഭാഷണം നടക്കുന്നു. എന്തുവാ? ഇവിടെ സീരിയൽ നടൻ വരുന്നെന്ന് കിഷോർ വർമ്മ. പറഞ്ഞു വന്നേ ചേട്ടായി. നമ്മുടെ ഇച്ചാച്ചിയുടെ അന്ത്യാഭിലാഷാണ് മരിക്കാൻ മുമ്പ് സീരിയൽ നടൻ കിഷോർ വർമ്മയെ കാണാന്നുള്ളത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ സീരിയൽ വർമ്മ കിഷോർ വർമ്മയെ കാണുന്നുള്ളത് നമ്മുടെ ഇച്ചാച്ചിയുടെ അന്ത്യാഭിലാഷമാണ്. ഇന്ന് വൈകുന്നേരം പിറന്നാൾ കഴിഞ്ഞ് ഇച്ചാച്ചി നമ്മുടെ രണ്ടുപേരെ വലിയ സ്വത്ത് തരാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ പുള്ളി ഒരു സഹായം ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ടൊരു സഹായം ചെയ്യണ്ടേ? അതുകൊണ്ട് സീരിയൽ നടൻ കിഷോർ വർമ്മയെ ഞാൻ കൊണ്ടിരുന്നു. ഇച്ചാച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്നു. സ്വത്ത് മൊത്തം നമ്മുടെ വരി എഴുതുക. ഞാൻ ഈ സീരിയൽ ഒന്നും കാണാത്തതുകൊണ്ട് എനിക്ക് ഇവന്മാരെ ഒന്നും അറിയത്തില്ല. നിങ്ങൾ കൂടുതലൊന്നും പറയുന്നു വേണ്ട. വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ വട്ടക്കായൽ നീന്തിയ കിഷോർ വർമ്മയെ കൊണ്ടിരുന്നത്. അതുകൊണ്ട് ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട. പക്ഷെ നിങ്ങൾ ഇവിടെ നിന്ന് കണ്ണടച്ച് നിന്ന് തന്നാൽ മാത്രം മതി. മതിയല്ലോ. അത് ഞാൻ ഏറ്റു. ചേട്ടായി ഞാനിത് പ്രതീക്ഷിച്ചായിരുന്നു. ആരേലും എന്തേലും പറഞ്ഞ അങ്ങനെ തന്നെ ചെയ്തോണ. അയ്യോ ഇവിടെ ആരും ഇല്ലേ? ആരാത്? അയ്യോ കിഷോർ വർമ്മ എന്തോ കിഷോർ വർമ്മ കയ്യിൽ ഷൂസ് ഒക്കെ ആയിട്ട് തലയിലിട്ടിട്ട് കേറിയില്ല, അതുകൊണ്ട് കൈ പിടിച്ചോണ്ട്. അയ്യോ പുള്ളി പറഞ്ഞില്ലേ തലയിട്ടിട്ട് കയറില്ല, അതുകൊണ്ടാണ് കയ്യിൽ പോകാൻ പറ്റവനെ. എടാ ഈ വട്ടക്കായൽ നീന്തി കയറി വരാൻ ഞാൻ എന്തുമാത്രം പാടുപെട്ടെന്ന് നിനക്കറിയാവോ? കിഷോർ വർമ്മ അങ്ങനത്തെ വർത്താനം പറയരുത്. നല്ലൊന്നാന്തരം വണ്ടി ഞാൻ അറേഞ്ച് ചെയ്ത് തന്നതാണ്. വണ്ടി 2 വള്ളം കൂട്ടിക്കെട്ടിട്ട് യവ അതിന്റെ നടുക്ക് എന്നെ കൊണ്ട് നിർത്തി. ആ സമയത്ത് സ്കൂളിൽ നിന്ന് ടൂറിന് പോയ പിള്ളേർ എന്നെ കണ്ടിട്ട് പറയാ ആണ്ട വള്ളത്തിന് ഇറക്കും ഒരു നീർക്കാക്ക നിൽക്കുന്നത്. അത് പിള്ളേരല്ലേ ഒരു തമാശ പറഞ്ഞതായിരിക്കും. തമാശയോ? ഇൻഡസ്ട്രി എങ്ങാനും പറഞ്ഞോണ്ടല്ലോ. അതിനോട് വല്ലായിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. എടാ എന്നെ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? അയ്യോ അത് വേറൊന്നുമല്ല. എന്റെ ഇച്ഛാച്ചി ഒന്ന് കാണണം. എങ്ങനെ ഇരിക്കുന്നു? ഈ 10-30,000 രൂപ മുടക്കി ഇവ എന്നെ വിളിച്ചു വരുത്തിയത് അവന്റെ ഇച്ഛിച്ച് കാണാനായിട്ട്. എന്റെ ഇച്ഛാച്ചി കാണാൻ നല്ല പറഞ്ഞേ. എന്റെ ഇച്ഛാച്ചി ഒന്ന് കാണണം. എന്റെ ഇച്ഛാച്ചി നിങ്ങളെന്ന് പറഞ്ഞാൽ ചാകും. ഓ അതങ്ങനെയാണല്ലോ, ഞാൻ സെലിബ്രിറ്റി ആണല്ലോ. ഏതാ ഈ പഴയ സിനിമയിലെ ചേരാം? അയ്യോ പുള്ളിയെ മനസ്സിലായില്ലേ? എന്റെ ചേട്ടായി പ്രശസ്ത സിനിമാ സംവിധായകൻ കുണ്ടറ സണ്ണി. കുണ്ടറ സണ്ണി സാറോ? യെസ് സാർ. സാർ എന്നെ മനസ്സിലായോ സാർ? ഇല്ല മനസ്സിലായി. ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക് സാർ. എന്റെ ബത്തം കുത്തിയ കുമ്പളം മുളക്കില്ല എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. ഇല്ല. ഒറാങ്കുട്ടന്റെ അളിയൻ? ഇല്ല. വെള്ളിക്കിണ്ടിയിലെ പെള്ളരിപ്രാവ് എന്ന് പറയുന്ന സിനിമ? ഇല്ല. പിന്നെ ഏത് സിനിമയിൽ അഭിനയിച്ചു? സാർ ഒരിക്കലും വിചാരിച്ചു കാണില്ല. സാറിന്റെ മുന്നിൽ നീണ്ട 10 വർഷത്തിന് ശേഷം ഒരു നെടുന്തൂണ് പോലെ ഞാൻ വന്ന് നിൽക്കുവന്ന്. ഇല്ല ഒരുപക്ഷെ എന്റെ തുട കണ്ടാൽ ചിലപ്പോൾ സാറിന് മനസ്സിലാവുമായിരിക്കും. നിങ്ങൾ എന്റെ സിനിമയിൽ തുടക്കി ഡൂപ്പിട്ടിട്ടുണ്ട്. അതിനങ്ങനെ ചോദിച്ചത്? പിന്നെന്താ തിരത്തപ്പാട്? അയ്യോ അത് സാറിന്റെ വീട്ടിൽ ചാൻസ് ചോദിച്ചോണ്ടപ്പോ സാറ് പട്ടിയെ വിട്ട് കടിപ്പിച്ച പാടാ. അപ്പുറത്തെ ആ വലിയ പാടോ? അത് ഡയറക്ടർ അമൽ നീര സാറ് ചട്ടും കൊണ്ട് പൊളിച്ചതാ. ഒരു ചട്ടുകം വെച്ച് പൊളിച്ചോ? ഇത്രയും വലിയ പാടോ? അല്ല പുള്ളി സ്ലോ മോഷൻ സിനിമയുടെ ആളല്ലേ, ചട്ടുകം വെച്ചിട്ട് പിറ്റേന്ന് എടുത്തത്. വൈശാഖിന്റെ പുലിപുര സെറ്റി പോകാൻ കാര്യമായി. ഇന്നെ പുലിയോ വിട്ട് കടിപ്പിച്ചാണ്. വിട്ട് കടിപ്പിച്ചാണ് സ്നേഹത്തോടെ പെരുമാറ. സാർ സാറിനോട് ഞാൻ കാണുമ്പോൾ ചോദിക്കായിരുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? സാറിന്റെ എല്ലാ സിനിമ തുടങ്ങുമ്പോഴും ഫ്രണ്ടിൽ ഒരു ചുട്ട പറങ്ങാണ്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് അടിയിൽ പാവന സ്മരണയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതെന്താ സാർ? അയ്യോ ചുട്ട പറങ്ങാണ്ടിയല്ല, ഞങ്ങളുടെ അപ്പാപ്പൻ കുണ്ടറ ജോയി. ഒന്ന് എഡിറ്റ് ചെയ്തിട്ടൊക്കെ വെക്കാൻ കേട്ടോ, ഇല്ല പിള്ളേർ രാത്രി കിടന്ന് പേടിക്കും കേട്ടോ. അടുത്ത തവണ ആയിക്കോട്ടെ ശരി. ഈ കിൻഡർ ജോയ് എന്ത് ചെയ്യുന്നു? കിൻഡർ ജോയ് അല്ല കുണ്ടറ ജോയി. ഓ എന്റെ ദൈവമേ, എന്നാ ഈ പുള്ളി ഇപ്പൊ എന്ത് ചെയ്യുന്നു? അപ്പാപ്പൻ മരിച്ചുപോയി. എങ്ങനെ? അപ്പാപ്പൻ നാട്ടിലെ വലിയൊരു പ്രമാണിയായിരുന്നു. ഏത് തേനീച്ചക്കൂട്ടിലെ? തേനീച്ചക്കൂട്ടിലെ അല്ല റാണി എന്ന് പറഞ്ഞു. റാണി എന്നാണോ പറഞ്ഞ? പ്രമാണി എന്നല്ലേ പറഞ്ഞേ? കണ്ടിന്യൂ. അപ്പാപ്പന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു നിറഞ്ഞ സദസ്സിന് മുമ്പിൽ പോയി പാട്ട് പാടുക എന്നുള്ളത്. എന്നിട്ടോ കഴിഞ്ഞ തൃക്കുന്നപ്പുഴ അമ്പലത്തിന് ഉത്സവത്തിനെന്ന് അപ്പാപ്പൻ അങ്ങനെ പാട്ട് പാടാൻ ഒരു അവസരം ലഭിച്ചു. എന്നിട്ടോ അപ്പാപ്പൻ സ്റ്റേജിൽ കയറി കഷ്ടം പൊങ്ങിയത് ഫ്രണ്ടിൽ ഒരു ഒറ്റ ഈച്ച പോലും ഇല്ല. അപ്പാപ്പൻ ചമ്മി. ഈ ചമ്മൽ അപ്പാപ്പൻ നേരെ ഒരു പൊട്ടക്കനിലെടുത്ത് ചാടി 2 പ്രാവശ്യം ചമ്മിച്ചത്തു. അതെങ്ങനെയാണോ ഒരാൾ 2 തവണ ചമ്മിച്ചാവുന്നത്? അത് ഈ പുള്ളിക്കാരൻ ചാടിയ കിണറ്റി വെള്ളമില്ലായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ 2 പ്രാവശ്യം ചമ്മിച്ചത്തു. കോമഡി ഇത് ഐറ്റം വേറെ